Hi friends, constraint satisfaction problem ആണ് ഇന്നത്തെ ടോപ്പിക്ക്. CSP എന്ന് പറയും. അപ്പം constraint satisfaction problem എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം constraint satisfaction എന്താണെന്നുള്ളത് അറിയണം. ഡെഫിനിഷൻ വായിക്കാം. In artificial intelligence, constraint satisfaction is the process of finding a solution to a set of constraints that impose conditions that variable must satisfy. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. അതിനൊരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. A solution is therefore a set of values for the variables that satisfies all constraints. അപ്പം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും. ഇത് നമ്മളൊരു വേരിയബിൾ സെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസും. The next point, the techniques used in constraint satisfaction depends on the kind of constraints being considered. അപ്പോൾ നമ്മൾ എടുക്കുന്ന കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ടാവുക. അപ്പോൾ അത്രയും കാര്യമാണ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം CSP എന്താണെന്നാണ് നോക്കുന്നത്. A CSP is a problem that requires its solution within some limitations or conditions, also known as constraint. അപ്പം CSP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക. ആ പ്രോബ്ലം കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക വിത്തിൻ സം പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഓർ ലിമിറ്റേഷൻ. ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം CSP. ഇനി CSPൻ്റെ 3 കോമ്പോണൻറ്റ്സ് ഉണ്ട്. CSP കൺസിസ്റ്റ് ഓഫ് 3 കോമ്പോണൻറ്റ്സ് V, D, C. V is a set of variables, D is the set of domains and C is the set of constraints. V എന്ന് പറഞ്ഞാൽ വേരിയബിൾ സെറ്റിനാണ് നമ്മൾ V എന്ന് പറയാം. അത് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ CSPൻ്റെ കോമ്പോണൻസിൽ വരുന്നതാണ്. V എന്ന് പറഞ്ഞാൽ നമുക്ക് V1, V2 എക്സെട്ര Vn വരെ നമുക്കൊരു സെറ്റ് എടുക്കാം, വേരിയബിൾ സെറ്റ് എടുക്കാം. ദെൻ D എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഡൊമൈൻസിനാണ് നമ്മൾ D എന്ന് പറയാം. ദാറ്റ് ഈസ് D1, D2 എക്സെട്ര Dn വരെ. 1 ഫോർ ഈച്ച് വേരിയബിൾ, അതായത് ഒരു V1 എന്ന് പറഞ്ഞ വേരിയബിളിന് അതിൻ്റെ ഡൊമൈൻ സെറ്റ് D1, V2 എന്ന് പറഞ്ഞ വേരിയബിളിന് ഇതിൻ്റെ ഡൊമൈൻ സെറ്റ് D2. അങ്ങനെ ഓരോ വേരിയബിളിനും അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡൊമൈൻ സെറ്റും ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ C എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസിനാണ് നമ്മൾ C എന്ന് പറയാം. അപ്പം V, D, C 3 കോമ്പോണൻസ് ആണ് CSP കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിന് ഉള്ളത്. ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് ആർ റെപ്രസെൻറ്റഡ് ആസ് കൺസ്ട്രെയിൻറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോമാറ്റാണ് CI = സ്കോപ്പ്, റിലേഷൻ. CI എന്നുള്ള ഉദ്ദേശിക്കുന്നത് കൺസ്ട്രെയിൻ നെയിം. അത് നമുക്ക് നെയിം ഓഫ് ദ കൺസ്ട്രെയിൻ എന്തോ ആയിട്ട് എടുക്കാം. നമ്മളിവിടെ എടുത്തത് CI ആണ്. = സ്കോപ്പ്, റിലേഷൻ. സ്കോപ്പ് മീൻസ് സെറ്റ് ഓഫ് വേരിയബിൾസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേരിയബിൾ സെറ്റിനാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വേരിയബിൾ സെറ്റിലുള്ള വേരിയബിൾസും തമ്മിലുള്ള റിലേഷനെ കാണിക്കാനാണ് നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞൊരു ഇത് എടുക്കുന്നത്, ഒരു ടാഗ് നെയിം എടുക്കുന്നത്. അപ്പം കൺസ്ട്രെയിൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഫോമാറ്റാണ് CI = സ്കോപ്പ്, റിലേഷൻ. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വേരിയബിൾസ്, റിലേഷൻ മീൻസ് റിലേഷൻ ദാറ്റ് ഡിഫൈൻസ് ദ വാല്യൂസ് ദ വേരിയബിൾസ് ക്യാൻ ടേക്ക്, അതായത് അതിൻ്റെ തമ്മിലുള്ള റിലേഷനാണ്. ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ CI = V1, V2, ordered pair V1, V2, then V1 not equal to V2 or V1, V2, A, B. ഇവിടെ V1 not equal to V2 എന്നുള്ളതാണ് റിലേഷൻ, നമ്മൾ എടുക്കുന്ന റിലേഷനാണ്. ദെൻ V1, V2 എന്നുള്ളതാണ് നമ്മുടെ സ്കോപ്പ്. നമുക്ക് ഇങ്ങനെ എടുക്കാം. V1 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ ഡൊമൈനാണ്, V2ൻ്റെ ഡൊമൈൻ B ആണെങ്കിൽ നമുക്ക് V1 not equal to V2 എന്നുള്ളതിന് നമുക്ക് A, B എന്ന് എഴുതാം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 1, 2, B എന്ന് പറഞ്ഞാൽ 2, 4. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ ഇതാണ്. V1 not equal to V2 ആവണം. അങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ് CI = 1, 2, 1, 4, 2, 4. ഓക്കെ. ഇനി 3 ടൈപ്പ് കൺസ്ട്രെയിൻസ് ഉള്ളത്. വെറൈറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് 3 ടൈപ്പ് ഉണ്ട്. യൂണറി കൺസ്ട്രെയിൻ, ബൈനറി കൺസ്ട്രെയിൻ, ഹയർ ഓർഡർ കൺസ്ട്രെയിൻ. യൂണറി കൺസ്ട്രെയിൻ ഇൻവോൾവ് എ സിംഗിൾ വേരിയബിൾ. ഈ പേര് പോലെ തന്നെ യൂണറി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ വേരിയബിൾ, ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ x1 + 3, ഇതിൽ x1 എന്നുള്ളതാണ് വേരിയബിൾ. അപ്പം യൂണറി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ വേരിയബിളും. ദെൻ ബൈനറി കൺസ്ട്രെയിൻ മീൻസ് ഇൻവോൾവ് pairs of variables. It consists of 2 variables.
x1 ഗ്രേറ്റർ ദാൻ x2 അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ v1 നോട്ട് ഈക്വൽ ടു v2 അങ്ങനെ ഏതൊരു റിലേഷൻ എടുക്കുകയാണെങ്കിലും അതിലൊരു a പെയർ ഓഫ് വേരിയബിൾസ് മാത്രമേ പാടുള്ളൂ. ദെൻ ഹയർ ഓർഡർ കൺസ്ട്രെയിൻ ഇൻവോൾവ് 3 or more വേരിയബിൾ, 3ൽ കൂടുതൽ വേരിയബിൾസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹയർ ഓർഡർ കൺസ്ട്രെയിൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ തന്നത് x3 + x4 നോട്ട് ഈക്വൽ ടു x6. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. അപ്പം 3 വേരിയബിൾസോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഹയർ ഓർഡർ കൺസ്ട്രെയിനിൽ യൂസ് ചെയ്യാം, കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ മെത്തേഡ്സ് ആണുള്ളത്. 3 ടൈപ്പ് സൊല്യൂഷൻ മെത്തേഡ് ഉണ്ട്: ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ്, ബാക്ക് ട്രാക്കിംഗ്, കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡ്. അപ്പം 3 മെത്തേഡ് ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡാണ്. വി ജനറേറ്റ് 1 by 1 all possible complete variable assignments for each. We test if it satisfies all constraints. ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ സെറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വേരിയബിൾസ് നമ്മുടെ കൺസ്ട്രെയിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസ്ട്രെയിൻ്റെ കണ്ടീഷന് ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ സെറ്റിലേക്ക് വേരിയബിൾസിനെ എടുക്കും. അതാണ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ മെത്തേഡ്. ഇത് നല്ല സിമ്പിൾ മെത്തേഡാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് സ്ലോ. നല്ല സിമ്പിൾ മെത്തേഡ് ആണെങ്കിലും സ്ലോ ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ്. അതാണ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡിൽ. വി ഹാവ് 2 ഡൊമൈൻസ് എ ആൻഡ് ബി. നമ്മൾ 2 ഡൊമൈൻ എ ആൻഡ് ബി എന്നുള്ള 2 ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ 1,2 ഓർഡർഡ് പെയർ 1,2, ബി എന്ന് പറഞ്ഞാൽ 2,4 ആണെങ്കിൽ നമ്മുടെ സെറ്റ് 1,2 1,4 2,2 2,4 എന്നുള്ള ഈ ഒരു സെറ്റാണ് നമ്മുടെ ടോട്ടൽ സെറ്റ് ഉണ്ടാവുക. ഇതാണ് സെറ്റ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത റിലേഷൻ തന്നെ എടുക്കുകയാണ്. C ഈക്വൽ ടു v1 v2, v1 നോട്ട് ഈക്വൽ ടു v2. ഇതാണ് നമ്മുടെ റിലേഷൻ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷനാണ് v1 നോട്ട് ഈക്വൽ ടു v2. v1 v2 ആയിട്ട് ഈക്വൽ ആവരുത് എന്നുള്ള കണ്ടീഷനാണ് നമ്മുടേത്. അപ്പോൾ in this method we considered v1 as 1, then check all the possible variables from v2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാണ് ഓരോ വാല്യൂസും നമ്മുടെ കണ്ടീഷന് അനുകൂലമാണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് v1 നമ്മൾ 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യും. v1 1 ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വാല്യൂസ് v2യിലുള്ള ബാക്കിയുള്ള വാല്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ എടുക്കും 2 ആണ് എടുക്കുക. അപ്പം 2 എന്ന് പറഞ്ഞാൽ v1 1 എടുത്തു, v1 ഈക്വൽ ടു 1 എടുത്തു, v2 നമ്മൾ 2 എടുത്തു. അപ്പോൾ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. v1 നോട്ട് ഈക്വൽ ടു v2 ആണ്. അപ്പോൾ നമ്മുടെ 1,2 എന്നുള്ള ഈ ഒരു ഓർഡർഡ് പെയർ നമ്മുടെ സൊല്യൂഷൻ സെറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വേരിയബിൾ നമ്മുടെ സെറ്റിലുള്ളത് v2ൻ്റെ വേരിയബിൾ 4 ആണ്. ആ 4 നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. v1 1 എടുക്കുമ്പം v2 വരുന്നത് 4 ആണ്. അപ്പോഴും നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. v1 നോട്ട് ഈക്വൽ ടു v2 ആണ്. ദെൻ നമ്മൾ 2 എടുക്കും. 2 നമ്മൾ ഓൾറെഡി എടുത്തതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് 4 നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ എലിമെൻറ്റും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊല്യൂഷൻ സെറ്റിലേക്ക് അതിനെ എടുക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ therefore the solution C1 equal to v1 v2, 1, 2, 1, 4 and 2, 4. ഇതിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് v1 v2, v1 നോട്ട് ഈക്വൽ ടു v2, v1 നോട്ട് ഈക്വൽ ടു v2, v1 നോട്ട് ഈക്വൽ ടു v2. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊല്യൂഷൻ സെറ്റിലേക്ക് നമുക്ക് ഈ എലിമെൻറ്റ്സിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. ഈ ഒരു മെത്തേഡാണ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡ്. കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. ദിസ് അൽഗോരിതം റെഡ്യൂസസ് ദ സെർച്ച് സ്പേസ് ആസ് പോസിബിൾ ആസ് ഏർലിയർ. Consistency based algorithm use information from the constraints to reduce the search space as it is possible. കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെർച്ച് സ്പേസിനെ വളരെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ അൽഗോരിതം കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിൽ ഈ അൽഗോരിതം സെർച്ച് സ്പേസിനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യും. ഇനി അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ വായിക്കാം. A consistency problem is I consistent if for any choice of domain dj1, dj2, etc. dji and for any choice of values in the first I-1 domains there is a value in dji such that the I tuple consisting of all these value will not violate any constraint, that is it is consistent.
അപ്പം ഐ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പോൾ ഐ കൺസിസ്റ്റൻ്റ് 1 ആണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിന് നോഡ് കൺസിസ്റ്റൻ്റ് എന്നും ഐ കൺസിസ്റ്റൻ്റ് അതിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അതിന് നമുക്ക് ആർ കൺസിസ്റ്റൻസി എന്നും പറയാം. കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിൽ 2 ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി പറയുന്നുണ്ട്. ഒന്ന് നോഡ് കൺസിസ്റ്റൻ്റ്, സെക്കൻഡ് വൺ ആർ കൺസിസ്റ്റൻസി. നോഡ് കൺസിസ്റ്റൻ്റ് ആവുക അതിൻ്റെ വാല്യൂ 1 ആകുമ്പം നോഡ് കൺസിസ്റ്റൻ്റ് ആവും. ആർ കൺസിസ്റ്റൻ്റ് ആവുക അതിൻ്റെ വാല്യൂ 2 ആവും. ഇനി നോഡ് കൺസിസ്റ്റൻറ്റിൻ്റെയും ആർ കൺസിസ്റ്റൻസിനെയും നമുക്ക് ഒരു അൽഗോരിതം ഉണ്ട്, ജസ്റ്റ് അത് നോക്കാം. അപ്പം അൽഗോരിതം ഫോർ നോഡ് കൺസിസ്റ്റൻറ്റ് NC. പ്രൊസീജിയർ NC എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫോർ ഈച്ച് V ഇൻ നോഡ്സ് ഫോർ ഈച്ച് X ഇൻ ദ ഡൊമൈൻ D ഓഫ് V. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോഡ് കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യും, പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തും. ദെൻ നെക്സ്റ്റ് V എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ സെറ്റാണ് V. ഫോർ ഈച്ച് X ഇൻ ദ ഡൊമൈൻ D ഓഫ് V. വിയുടെ ഡൊമൈൻ സെറ്റാണ് D. വേരിയബിളിൻ്റെ ഡൊമൈൻ സെറ്റാണ് V എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡൊമൈൻ സെറ്റാണ് D. ഡിയിലുള്ള ഒരു എലിമെൻ്റാണ് X. Then if any unary constraint on V is inconsistent with X, then delete X from D. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊസീജിയർ NC ക്രിയേറ്റ് ചെയ്തു. ദെൻ V എന്ന് പറയുന്നത് ഒരു വേരിയബിൾ സെറ്റാണ് എന്ന് പറഞ്ഞു. ദെൻ പറഞ്ഞത് വിയുടെ വേരിയബിൾ സെറ്റ് വിയുടെ ഒരു ഡൊമൈനാണ് D എന്ന് പറഞ്ഞത്. ഡിയിലുള്ള ഒരു എലിമെൻ്റാണ് X. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇനി എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ X വിയിലുള്ള വാല്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വിയിലുള്ള വാല്യൂ നമ്മുടെ X എന്ന് പറഞ്ഞ വാല്യൂ വിയിലുള്ള വാല്യൂ വേരിയബിൾസുമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് X ഫ്രം D. D എന്ന് പറഞ്ഞ ഡൊമൈനിൽ നിന്നും X എന്ന് പറഞ്ഞ വാല്യൂവിന് ഡിലീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ നമ്മുടെ നോഡ് കൺസിസ്റ്റൻ്റ് പറയുന്നത്. നോഡ് കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വേരിയബിൾ സെറ്റ് എടുക്കും, ദെൻ ഒരു ഡൊമൈൻ സെറ്റ് എടുക്കും. ഡൊമൈൻ സെറ്റിലൊരു എലിമെൻ്റായ X എന്ന് പറഞ്ഞ ഒരു എലിമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് X എന്ന് പറഞ്ഞ എലിമെൻറ്റിനെ നമ്മൾ വേരിയബിളിലുള്ള വിയുമായിട്ട് നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് ഫൗണ്ട് ചെയ്താൽ നമുക്ക് X എന്ന് പറഞ്ഞ ഡൊമൈൻ സെറ്റിൽ നിന്ന് നമ്മൾ ഏത് എലിമെൻ്റ് ആണോ എടുത്താൽ ആ എലിമെൻറ്റ് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ദെൻ അൽഗോരിതം ഫോർ ആർ കൺസിസ്റ്റൻറ്റ്. Algorithm AC. Procedure revise VI, VJ. VI is the variable set and VJ is the another variable set. DI is the domain of VI. DI എന്ന് പറഞ്ഞത് ഒരു ഡൊമൈൻ സെറ്റാണ്. വിഐയുടെ ഡൊമൈൻ സെറ്റാണ് DI. DJയുടെ ഡൊമൈൻ സെറ്റാണ് VJ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വേരിയബിൾ സെറ്റിനും ഓരോ ഡൊമൈൻ സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കൺസിസ്റ്റൻസി സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കുന്നതൊക്കെ ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ് എടുക്കുന്നത്. അത് ഇൻഫൈനൈറ്റ് സെറ്റും ആവാം, പക്ഷേ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫൈനൈറ്റ് സെറ്റാണ്. ദെൻ ഇവിടെ നോക്കാം നമുക്ക്. ഇനി അൽഗോരിതം ഫോർ ആർ കൺസിസ്റ്റൻസിൻ്റെ അൽഗോരിതമാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തു. VI, VJ. VI എന്ന് പറയുന്നത് വേരിയബിൾ സെറ്റാണ്, VJ എന്ന് പറയുന്നത് വേറെ വേരിയബിൾ സെറ്റാണ്. DI എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ഓഫ് VI. VIയുടെ ഡൊമൈൻ സെറ്റാണ് DI. ദെൻ DJ മീൻസ് ദ ഡൊമൈൻ സെറ്റ് ഓഫ് VJ. Then XY is a selected domain values. DI യിൽ നിന്നും DJ യിൽ നിന്നും സെലക്ട് ചെയ്തൊരു ഡൊമൈൻ സെലക്ട് ചെയ്തൊരു വാല്യൂ സെറ്റാണ് XY. Procedure revise VI, VJ. Delete false. For each X in DI, do if there is no such Y in DJ such that XY is consistent. Then ഇപ്പോൾ നമ്മൾ XY എന്ന് പറഞ്ഞാൽ ഒരു സെലക്റ്റഡ് വാല്യൂസ് ഡൊമൈൻസ് DI ആൻഡ് DJ എന്ന് പറഞ്ഞ ഡൊമൈൻ സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത XY എന്ന് പറഞ്ഞ ഒരു സെറ്റ് XY എന്ന് പറഞ്ഞ സെറ്റ് നമ്മുടെ Y വാല്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കൺസിസ്റ്റൻ്റ് ഒരു നമ്മുടെ XY എന്ന് പറഞ്ഞ സെറ്റുമായിട്ട് Y വാല്യൂ അങ്ങനെ ഒരു Y വാല്യൂ ഇല്ല, അത് കൺസിസ്റ്റൻ്റ് അല്ല. അങ്ങനെ ഒരു Y വാല്യൂ ദർ ഇസ് നോ സച്ച് Y ഇൻ DJ, അങ്ങനത്തെ ഒരു Y വാല്യൂ DJയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് X ഫ്രം DI നിന്നും Xനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ നമ്മുടെ ആർ കൺസിസ്റ്റൻ്റ് അൽഗോരിതം പറയുന്നത്. ദെൻ നമുക്കറിയാം കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രോസ് വേർഡ്. നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ കാണുന്ന ക്രോസ് വേർഡ് കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ തേർഡ് മെത്തേഡ്, നമ്മൾ കൺസിസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൻ്റെ തേർഡ് മെത്തേഡാണ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് കോമൺ മെത്തേഡാണ്. നമുക്കറിയാം ബാക്ക് ട്രാക്കിംഗ് മുമ്പ് പഠിച്ച കാര്യം തന്നെയാണ്. മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് കോമൺ മെത്തേഡാണ്. 2 types of backtracking ഉണ്ട്. chronological backtracking and dependency directed backtracking. First one, chronological backtracking.
Chronological backtracking is where variables are unbound in the inverse order to the order used when they are bound. Variables ഒക്കെ chronological backtracking വേരിയബിൾസ് ഒക്കെ അൺബൗണ്ട് ആയിരിക്കും, അതായത് ഇൻവേഴ്സ് ഓർഡറിൽ അൺബൗണ്ട് ചെയ്തിട്ടായിരിക്കും വേരിയബിൾസ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ chronological backtracking എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് ഡിപ്പെൻഡൻസി ഡിറക്റ്റഡ് ബാക്ക് ട്രാക്കിംഗ് ആണ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ് സമയത്ത് നമ്മൾ അതിനെ ഒരു സേഫസ്റ്റ് സോണിലേക്ക് അല്ലെങ്കിൽ സേഫസ്റ്റ് ചോയ്സിലേക്ക് നമ്മളതിനെ മാറ്റുന്ന ഒരു മെത്തേഡാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡിപ്പെൻഡൻസി ഡിറക്റ്റഡ് ബാക്ക് ട്രാക്കിംഗ് മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് റെക്കഗ്നൈസ് ദ കോസ് ഓഫ് ഫെയിലിയർ and backtrack to one of the causes of the failure and skips over the intermediate variable that did not cause the failure. അപ്പം ഫെയിലിയർ സംഭവിച്ചാൽ നമ്മൾ അതിനെ സേഫസ്റ്റ് സോണിലേക്ക് സ്കിപ്പ് ചെയ്തിട്ട് മാറ്റുന്ന മെത്തേഡാണ് ഡിപ്പെൻഡൻസി ഡിറക്റ്റഡ് ബാക്ക് ട്രാക്കിംഗ്. അത് ആണ് ബാക്ക് ട്രാക്കിങ്ങിൻ്റെ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ്. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൺസിസ്റ്റൻസി സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് മാപ്പ് കളറിങ്. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ് മാപ്പ് കളറിങ്. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. വി ഹാവ് എ ഗ്രാഫ് ഹിയർ. ഇപ്പം ഒരു കൺസ്ട്രെയിൻറ്റ് ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹിയർ ദ കണ്ടീഷൻ ഈസ് ദ അഡ്ജസൻറ്റ് എഡ്ജസ് ആർ നോട്ട് ഓഫ് സെയിം കളർ. നമ്മുടെ എടുത്ത ഗ്രാഫ് ഇതാണ്, നമ്മുടെ എടുത്തൊരു ഗ്രാഫ്. ഈ ഗ്രാഫിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന എഡ്ജസ് സെയിം കളറിൽ വരരുത് എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ വി ക്യാൻ ചെക്ക് ദിസ് യൂസിങ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് നമുക്കിതിനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെ കൺസിസ്റ്റൻസി സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിന് 3 കോമ്പണൻസ് ഉണ്ട്. 3 കോമ്പണൻസ് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം സൈഡിൽ എഴുതി വെക്കണം. വി ഇസ് ദ വേരിയബിൾ സെറ്റ്. വി ഈക്വൽ ടു 1 2 3 4 1, 2, 3, 4 അതാണ് നമ്മുടെ വേരിയബിൾസ് ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ എഡ്ജസ് 1 2 3 4. ദെൻ ഡി മീൻസ് ഡൊമെയിൻ. അപ്പോൾ ഡൊമെയിനായിട്ട് നമ്മൾ എടുത്തത് റെഡ് ഗ്രീൻ ബ്ലൂ 3 കളേഴ്സ് ആയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നൊരു ഇതിൻ്റെ വാല്യൂസ് എടുക്കാൻ പറ്റിയൊരു സെറ്റായിരിക്കണമല്ലോ ഡൊമെയിൻ. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞത് റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ 3 കളേഴ്സാണ് എടുത്തത്. ദെൻ കൺസ്ട്രെയിൻറ്റ് സെറ്റ് സി ഇസ് എ കൺസ്ട്രെയിൻറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 1 not equal to 2, 1 not equal to 3, 2 not equal to 4 and 3 not equal to 4. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ എഡ്ജസ് സെയിം കളറിൽ വരരുത് എന്നാണ്. അപ്പം 1 എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നതാണ് 2 and 3. അപ്പം 1 not equal to 2 ആവണം, 1 not equal to 3 ആവണം. ദെൻ നെക്സ്റ്റ് എഡ്ജ് 2 ആണ്. അപ്പോൾ 2 not equal to 1 ആവണം, 2 not equal to 4 ആവണം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് എഡ്ജ് എടുക്കുകയാണെങ്കിൽ 4 not equal to 2 ആവണം, 4 not equal to 3 ആവണം. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ 3 എടുക്കുകയാണെങ്കിൽ 3 not equal to 1, 3 not equal to 4 അതും ഇവിടെ ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ കൺസ്ട്രെയിൻ സെറ്റ് സി. ദെൻ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ബാക്ക് ട്രാക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് റീജിയൻ ആയ 1 ആണ് നമ്മുടെ ഫസ്റ്റ് റീജിയൻ. ഇനീഷ്യലായിട്ട് നമ്മൾ എല്ലാ എഡ്ജസിനും നമ്മൾ റെഡ് ഗ്രീൻ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ ഫസ്റ്റ് ബാക്ക് ട്രാക്ക് ചെയ്യുന്നതിന് മുമ്പേ. ദെൻ ബാക്ക് ട്രാക്കിങ് നടക്കുന്ന സമയത്ത് റീജിയൻ 1 നമ്മൾ റെഡ് കളർ കൊടുത്തു. റീജിയൻ 1 റെഡ് കളർ കൊടുത്തു. അപ്പം സെക്കൻഡ് റീജിയനും തേർഡ് റീജിയനും ഫോർത്ത് റീജിയനും ഗ്രീനും ആവാം ബ്ലൂ ആവാം, ഗ്രീൻ ആവാം ബ്ലൂ ആവാം, ഗ്രീൻ ആവാം ബ്ലൂ ആവാം. 3 കളറിൽ ഏതെങ്കിലും ഒരു കളറായും വരാം. ദെൻ സെക്കൻഡ് റീജിയന് നമ്മൾ ഗ്രീൻ കൊടുത്തു. സെക്കൻഡ് റീജിയൻ നമ്മൾ ഗ്രീൻ കൊടുത്താൽ തേർഡ് റീജിയൻ ഗ്രീൻ ആവാം ബ്ലൂ ആവാം, ഫോർത്ത് റീജിയൻ ബ്ലൂ ആവാം. ദെൻ തേർഡ് റീജിയൻ നമ്മൾ ബ്ലൂ കൊടുത്തു. അപ്പം നമുക്കറിയാം ഫസ്റ്റ് റീജിയൻ ഗ്രീൻ ആണ്, സെക്കൻഡ് റീജിയൻ ഗ്രീൻ ആണ്, ദെൻ തേർഡ് റീജിയൻ നമ്മൾ കൊടുത്തത് ബ്ലൂ ആണ്, ദെൻ ഫോർത്ത് റീജിയനും ബ്ലൂ ആണ് കൊടുത്തത്. പക്ഷേ ഇവിടെ ബ്ലൂ കൊടുത്ത സമയത്ത് നമ്മൾ റൂള് വയലേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ബാക്ക് ട്രാക്കിങ് സേഫസ്റ്റ് സോണിലേക്ക് മാറ്റണം, അതായത് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഒന്നും കൂടി പോകും. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് റീജിയന് റെഡ്, സെക്കൻഡ് റീജിയന് ഗ്രീന്, തേർഡ് റീജിയന് നമ്മൾ എന്ത് കൊടുക്കും, ഗ്രീൻ തന്നെ കൊടുക്കും. അതായത് സെക്കൻഡ് സ്റ്റെപ്പിലുള്ള ഈ സെക്കൻഡ് റീജിയൻ്റെ കളർ തന്നെ തേർഡ് റീജിയനും നമ്മൾ കൊടുക്കും, അതായത് ഗ്രീൻ തന്നെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഫോർത്ത് റീജിയനിലെത്തിയാൽ ഫോർത്ത് റീജിയനിൽ ഫസ്റ്റ് റീജിയൻ റെഡ്, സെക്കൻഡ് റീജിയൻ ഗ്രീൻ, ദെൻ തേർഡ് റീജിയൻ നമ്മൾ എഡ്ജസ് സെയിം കളറിൽ വരരുത് എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ സെക്കൻഡ് റീജിയനിലേക്ക് സ്കിപ്പായിട്ട് സെക്കൻഡ് റീജിയൻ്റെ കളറായി ഗ്രീൻ തന്നെ നമ്മൾ തേർഡ് റീജിയന് കൊടുത്തു. കാരണം തേർഡ് റീജിയനും സെക്കൻഡ് റീജിയനും എഡ്ജസ് അല്ല നമ്മുടെ ഗ്രാഫിൽ, അതുകൊണ്ട് തേർഡ് റീജിയനിൽ നമ്മൾ ഗ്രീൻ കൊടുത്തു. ദെൻ ഫോർത്ത് റീജിയൻ നമ്മൾ ബ്ലൂ കൊടുത്തു. അതോടെ നമ്മുടെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ അവസാനത്തെ റിസൾട്ട് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് റീജിയൻ റെഡ് കൊടുത്തു, സെക്കൻഡ് റീജിയൻ ഗ്രീൻ, തേർഡ് റീജിയൻ ഗ്രീൻ,
ആൻഡ് ഫോർത്ത് റീസൺ ബ്ലൂ. കാരണം ഒറ്റ എഡ്ജസും, അതായത് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന ഒരു എഡ്ജസും സെയിം കളറിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. അതാണ് നമ്മുടെ മാപ്പ് കളറിങ് അല്ലെങ്കിൽ ഗ്രാഫ് കളറിങ്ങിന് വരും. മാപ്പ് കളറിംഗ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം. കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു 3 ബെനിഫിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ക്ലീൻ സ്പെസിഫിക്കേഷൻ ഓഫ് മെനി പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനെ ക്ലീൻ ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷന് പറ്റും. അതാണ് ഫസ്റ്റത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ്, CSP നോസ് വിച്ച് വേരിയബിൾ വയലേറ്റ് എ കൺസ്ട്രെയിന്റ് ആൻഡ് ഹെൻസ് വേർ ടു ഫോക്കസ് ദി സെർച്ച്. അപ്പം കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ അറിയാം എവിടെയാണ് ഏത് വേരിയബിളാണ് വയലേറ്റ് ചെയ്യുന്നത് ആൻഡ് എവിടെ ആ സമയത്ത് തന്നെ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ CSPക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ദെൻ CSP is automatically prune off all branches that violate constraint. കണ്ടീഷൻ നമ്മുടെ കണ്ടീഷനെ വയലേറ്റ് ചെയ്യുന്ന എല്ലാ ബ്രാഞ്ചസ് അല്ലെങ്കിൽ എല്ലാ വേരിയബിൾസിനെയും CSP ഓട്ടോമാറ്റിക്കലി പ്രൂൺ ചെയ്യും. അത്രയേ ഉള്ളൂ നമ്മുടെ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം. ഇത് ജസ്റ്റ് വേരിയബിൾ, അതായത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനും 3 സൊല്യൂഷൻ മെത്തേഡുമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.